മനസ്സിലൊരു ചുമട് ഭാരവുമായിട്ട് കടന്നു വന്നു. അത് ഈ പ്രെയർ ഹാളിൽ അത് അവസാനിച്ചു. ഓരോ ദിവസവും അത് എന്നിൽ നിന്ന് ഏറ്റെടുത്ത കർത്താവിൻ്റേതായ ആ സമാധാനവും ആ സന്തോഷവും ഞാൻ ഇവിടെ ഈ പ്രെയർ ഹാളിൽ അനുഭവിച്ചു. ഇവിടുത്തെ ക്ലാസ് ഇതെല്ലാം കേട്ട് എനിക്ക് വളരെ സന്തോഷമായി. എൻ്റെ മനസ്സിൽ ഒരുപാട് ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നാൽ അതെല്ലാം ദൈവം എടുത്ത് മാറ്റി. ഏത് കോളേജിൽ പോയാൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയാലാണ് ഇതുപോലെയുള്ള അറിവ് കിട്ടുന്നത്? ഏത് അധ്യാപകനാണ്, ഏത് പ്രൊഫസറാണ് ഇതുപോലെ വിവരിച്ചു കൊടുക്കുന്നത്? ചെറുപ്പമെന്നോ പ്രായമായവരെന്നോ ഒന്നും നോക്കാതെ സൗമ്യതയോടുകൂടി വിവരിക്കുന്നതായ ആ ഒരു വിവരണമാണ്. മനുഷ്യനായ ഞാൻ നടക്കേണ്ടത് മരത്തെ പോലെയാണ്. എനിക്ക് ഭൗതിക മണ്ഡലത്തിൽ ഒരു ജീവിതമുണ്ട് മരത്തെ പോലെ. അപ്പോൾ തന്നെ ആരും കാണാത്ത മരത്തിന്റെ മണ്ണിന്റെ അടിയിലെ ജീവിതം പോലെ ആത്മലോകത്ത് പിതാവിനോടും പുത്രനോടും അല്ലെങ്കിൽ പിശാചിനോടും കൂടെയുള്ളൊരു ജീവിതം എനിക്കുണ്ട്. ഇന്ന് എൻ്റെ അകത്തെ സാഹചര്യം പിശാചിനോട് കൂടിയുള്ള ജീവിതമാണെന്ന് ഞാൻ അറിയുന്നില്ല. അതുകൊണ്ട് എൻ്റെ അകത്തെ മണ്ണെല്ലാം ഞാൻ എടുത്തു മാറ്റാൻ പോവാം. അകത്തെ ലോകത്തിൻ്റെയും ജഡത്തിൻ്റെയും മണ്ണെല്ലാം എടുത്തു മാറ്റി അവിടെ പിതാവിനോടും പുത്രനോടുള്ള കൂട്ടായ്മ അവിടെ നിറച്ചാൽ എൻ്റെ ഭൗതിക ലോകത്തിലെ ജീവിതം എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ആനന്ദമായി മാറും. ഇന്നെനിക്ക് 34 വയസ്സായി. മർമ്മമായി കിടന്നത് ഇത്ര കാലമായിട്ട് ഞാൻ കാണാനായിട്ട് കഴിഞ്ഞില്ലല്ലോ. ദൈവത്തിനായിട്ട് സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയെ സ്വർഗത്തിലെ ദൈവം വളർത്തും. അടുത്ത ധ്യാനം ജൂൺ 3 മുതൽ 8 വരെ.